കോൺഗ്രസിലെ സംഘടനാ തർക്കങ്ങൾക്കിടയിൽ പാലാ നഗരസഭാ ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 19 നടക്കും. പാർട്ടി വിപ്പ് ലംഘിച്ച കോൺഗ്രസ് കൗൺസിലർമാരെ എൽഡിഎഫ് പിന്തുണയ്ക്കും. പാർട്ടി ചിഹ്നങ്ങളിൽ വിജയിച്ച സിപിഎം കോൺഗ്രസ് കൗൺസിലർമാർ ഒന്നിക്കുന്നതോടെ പാലായിൽ ഇന്ത്യ സഖ്യം കൂടിയാണ് നിലവിൽ വരുന്നത്. 4 കോൺഗ്രസ് കൗൺസിലർമാരും 12 LDF കൗൺസിലർമാരും ഒപ്പം UDF സ്വതന്ത്രയായ വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടുന്ന കൂട്ടുകെട്ടിലുള്ള ഭരണമുന്നണിയാകും പാലായിൽ വരിക. UDF സ്വതന്ത്രയായ വൈസ് ചെയർപേഴ്സൺ മായ രാഹുലിനെ ചെയർപേഴ്സണാക്കാനാണ് നീക്കം. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച 4 കോൺഗ്രസ് കൗൺസിലർമാരും അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച 2 CPM കൗൺസിലർമാരും 2 ചിഹ്നത്തിൽ വിജയിച്ച കേരള കോൺഗ്രസ് മാണി വിഭാഗം 10 കൗൺസിലർമാരും ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയാകും പാലായിൽ ഭരണത്തിലേറുക. CPM കോൺഗ്രസ് കൂട്ടുകെട്ട് ഇരു കക്ഷികൾക്കും പ്രശ്നമല്ല എന്നതിന്റെ ഉദാഹരണമാവുകയാണ് പാർട്ടി വിപ്പ് ലംഘിച്ച കോൺഗ്രസ് കൗൺസിലർമാർക്കെതിരെ ഇതുവരെ കോൺഗ്രസ് പാർട്ടി നിയമ നടപടി സ്വീകരിക്കാത്തത്. പാർട്ടി വിപ്പ് ലംഘിച്ച് LDF അവിശ്വാസത്തെ പിന്തുണച്ച 4 കൗൺസിലർമാർക്കെതിരെയും നിയമ നടപടിയെടുക്കുമെന്നായിരുന്നു DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് പ്രഖ്യാപിച്ചത്. എന്നാൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും ഒന്നും നടന്നില്ല. കോൺഗ്രസ് കൗൺസിലർമാർക്കെതിരെ നിയമ നടപടി എടുക്കരുതെന്നാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നിലപാട്. ഇതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ജില്ലയിൽ കോൺഗ്രസ് നേതൃത്വം വലിയ പ്രതിസന്ധി നേരിടും. UDF പിന്തുണച്ചിരുന്ന സ്വതന്ത്ര മുന്നണിക്കെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ 4 കോൺഗ്രസ് കൗൺസിലർമാർ പിന്തുണച്ചതോടെയാണ് UDFന് പാലായിൽ ഭരണം നഷ്ടമായത്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സണായിരുന്ന ദിയ ബിനു പുളിക്കക്കണ്ടം, പിതാവ് ബിനു പുളിക്കക്കണ്ടം, സഹോദരൻ ബിജു പുളിക്കക്കണ്ടം എന്നിവരടങ്ങുന്ന സ്വതന്ത്ര മുന്നണിയെ പുറത്താക്കാനാണ് LDFും ഒരു വിഭാഗം കോൺഗ്രസ് കൗൺസിലർമാരും ഒന്നിച്ചത്. ജനം, കോട്ടയം.